നമസ്തേ ബച്ചോ. എക്സാമിന് മുന്നോടിയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. 2020-ലെയും 2021-ലെയും നോക്കാം. ആദ്യം പാർട്ട് എയിൽ വരുന്ന 15 ക്വസ്റ്റ്യൻസാണ്, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, अपनी चोटी के संबंध में कृष्ण यशोदा से कौन सी शंका प्रकट करता है? അതായത് സൂർദാസിൻ്റെ പതിൽ പറയുന്നുണ്ട്, കൃഷ്ണൻ്റെ മുടി ഇല്ലാത്തതിൽ അമ്മയോട് ദുഃഖം പ്രകടിപ്പിക്കണം. അമ്മ കൃഷ്ണനെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്, പാല് കുടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ബലരാമൻ്റെ മുടി വളർന്നത് പാല് കുടിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണനെ അത് പറഞ്ഞങ്ങനെ ഇരുത്തുകയാണ്. അപ്പോൾ കൃഷ്ണൻ പാല് കുടിച്ചിട്ട് എൻ്റെ മുടി വളരുന്നില്ലല്ലോ എന്നുള്ള ശങ്കയാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. അതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. രണ്ടാമത്തെ, സദ്ഗുരു കെ സംബന്ധമേ കബീറിനെ ക്യാ വിചാർ പ്രകട് കിയാ ഹെ? സദ്ഗുരുവായി ബന്ധപ്പെട്ട് കബീർ എന്താണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്? അത് ഓഹയോർമല്ലേ, അതിൻ്റെ ഭാവാർത്ഥം അവിടെ എഴുതി വെക്കുക. ജൂഹി കി കലി കാ കവി കോൻ ഹെ? ഇസ് കവിത കാ നായക് കോൻ ഹെ? ജൂഹി കി കലി എഴുതിയത് ആരാണ് എന്നുള്ളതാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ജൂഹി കി കലി എഴുതിയിട്ടുള്ളത് സൂര്യകാന്ത് ത്രിപാഠി നിരാലയാണ്. അതിലെ നായകൻ പവൻ, കാറ്റാണ് നായകൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ബേട്ടി കിസ്കി ലിഖി കവിത ഹെ? യഹ് കവിത കിസ് സന്ദർഭ മേ ലിഖി ഗയി ഹെ? ബേട്ടി എന്നുള്ള കവിത ആരെഴുതിയതാണ്, അതേത് സന്ദർഭത്തിലാണ് എഴുതിയിട്ടുള്ളതെന്ന്. ബേട്ടി എന്നുള്ള സരിതാ ശർമ്മയുടെ കവിതയാണ്. അവർ ഈ ഭ്രൂണഹത്യയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് അത് എഴുതിയിട്ടുള്ളത്. അഞ്ചാമത്തെ, चांदनी रात का प्रथम प्रहर हम चले नाव लेकर सत्वर ये पंक्तियाँ किस कविता की है? इसका कवि कौन है? ഇത് നൗകാവിഹാർ എന്നുള്ള കവിതയുടെ പങ്ക്തികളാണ്. സുമിത്രാനന്ദൻ പന്ത് എഴുതിയിട്ടുള്ള നൗകാവിഹാറിൻ്റെ. ഓക്കെ. ഇനി ആറാമത്തെ, വേ ബാരിഷ് മേം ധൂപ് की तरह आती है यहाँ कौन बारिश में धूप की तरह आती है? प्रस्तुत पंक्ति का कवि कौन है? ഇവിടെ വേ ബാരിഷ് മേ ധൂപ് की तरह आती है എന്ന് പറയുന്നത് മൗസിയാം എന്നുള്ള കവിതയിലാണ്. അതായത് അവിടെ ആൻറ്റിമാർ അങ്ങനെ ആ ഒരു റിലേഷൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു കവിതയാണത്. അവിടെ കവി പറയുന്നത്, കവി അനാമികയാണ് അവിടുത്തെ കവി. ഓക്കെ. ഇനി ഏഴാമത്തെ, തും रोए नहीं तुम हिले भी नहीं बैठे रहे चुपचाप पाव बर पाव धरे इन पंक्तियों का तुम कौन है? ये पंक्तियाँ किस कविता से उद्धृत है? ഈ ഒരു പങ്ക്തികൾ എടുത്തിട്ടുള്ളത് ആ മുക്തി എന്നുള്ള കവിതയിൽ നിന്നാണ്. നീ കരഞ്ഞതില്ല, നീ ഇളകിയതുമില്ല, എന്താണ്, അതായത് കാലിലടിച്ചപ്പോൾ ഒരു അനക്കം ഉണ്ടായില്ല ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന്, അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇതിലെ തും ആരാണെന്ന്, ആ റിട്ടയർഡായ സാറിൻ്റെ മകനാണത് ഈ തും എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് എടുത്തിട്ടുള്ളത് മുക്തി എന്നുള്ള കവിതയിൽ നിന്നാണ്. 8, പ്യാസ കുവാം കവിത കാ മൂൽ പ്രതിപാദ് ക്യാ ഹെ? പ്യാസ കുവാം എന്നുള്ള കവിതയിൽ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? അത് നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ട ആവശ്യകത, അതേപോലെ പരിസ്ഥിതി മലിനീകരണമാണ് അവിടെ മെയിനായിട്ട് പറയുന്നത്. ഒരു കിണർ, പ്യാസാക്കുക എന്ന് പറയുമ്പോൾ എന്താ, ദാഹിക്കുന്ന കിണറെന്നാണ് അർത്ഥം. അപ്പോൾ കിണറിന് വരെ ദാഹിക്കുന്നു പറയുമ്പോൾ അത്രയും വരൾച്ചയാണ് അവിടെ പ്രകടമാകുന്നത്. അപ്പോൾ നമ്മൾ പരിസ്ഥിതി മലിനീകരണം മൂലം തന്നെയാണ് അങ്ങനെയൊക്കെ ഉണ്ടാവാൻ കാരണം അതിൽ വേസ്റ്റ് ആ കിണറിലേക്ക് ഇട്ടു എന്ന് പറയുന്നുണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ വേസ്റ്റ്. അപ്പോൾ അതൊക്കെ പരിസ്ഥിതി മലിനീകരണത്തെ മുൻനിർത്തി അവിടെ എഴുതാം. 9ാമത്തെ, കവി ഗഗൻ ഗിൽ की किन्हीं 2 कविताओं के नाम लिखिए? ഇത് കവി ഗഗൻ ഗില്ലിൻ്റെ ഏതെങ്കിലും 2 കവിതകളുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഒന്നറിയാം, ഇസ്തരഹ്. പിന്നെ ആ കവീൻ്റെ ഭാഗത്ത് നോക്കിയിട്ട് കണ്ടെത്തുക കേട്ടോ. ഇനി വ്യക്തിഗത പത്രസെ ക്യാ താത്പര്യ ഹെ? നമ്മുടെ 2ാമത്തെ ബുക്കിലുള്ളതാണ് ഈ വ്യക്തിഗത പത്ര. വ്യക്തിഗത പത്ര എഴുതാനല്ല, വ്യക്തിഗത പത്ര എന്ന് പറഞ്ഞാൽ എന്താണ്, പേഴ്സണൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അവിടെ എഴുതേണ്ടത്. ഒരു 3 സെൻറ്റൻസ് എങ്കിലും എഴുതി വെക്കുക. ഇനി 13ാമത്തെ, വ്യാവസായിക പത്രോം കെ അന്തർഗത് കിസ് കിസ് പ്രകാർ കെ പത്ര ആ ജാത്തെ ഹെ? വ്യാവസായിക പത്രൻ്റെ അണ്ടറിൽ ഏതൊക്കെ ലെറ്റേഴ്സാണ് വരുന്നത്? അത് ആ ബുക്കിൽ വളരെ വൃത്തിയിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക.
ഇനി കബീർ की पंक्तियों का संग्रह कौन सा है कबीर की भाषा कौन सी है ഇത് കബീറിനെ കുറിച്ച് എടുത്തിട്ടുള്ള വീഡിയോയിലുണ്ട് കബീറിൻ്റെ പങ്ക്തികളുടെ സംഗ്രഹിൻ്റെ പേര് ബീജക് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ സദുക്കടി ഭാഷയാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട് 13 കാര്യാലയ് പത്ര കിസേ കഹത്തെ ഹെ കാര്യാലയ് പത്ര ഒഫീഷ്യൽ ലെറ്റർ എന്തിനാണ് പറയുന്നത് അത് രണ്ടാമത്തെ ബുക്ക് നോക്കാം ഇനി ഇൻകെ സമാനാർത്ഥ അംഗ്രേസി ശബ്ദ ലിഖിയെ സഹായക് ലാഭാംശ് ബത്ത പൂഞ്ചി ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് വാക്കുകൾ എഴുതാനാണ് പറയുന്നത് 15 കൊടുത്തിട്ടുള്ളത് നേരെ ഇംഗ്ലീഷ് വാക്കുകൾ തന്നിട്ട് അതിൻ്റെ ഹിന്ദി വാക്കുകൾ ക്യാഷ് ബുക്ക് അമെൻമെൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടൻറ്റ് അല്ലെ 14 സഹായക് പറഞ്ഞ അസിസ്റ്റൻറ്റ് ഓക്കെ ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ റോക്കറ്റ് ബഹി അമെൻമെൻറ്റ് അനുച്ഛേദ് അഡ്മിനിസ്ട്രേറ്റർ പ്രശാസക് അക്കൗണ്ടൻറ്റ് ലേഖാക്കാർ ഇനി പാർട്ട് ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ मेरो मन अनद कहाँ सुख पावे जैसे उड़ी जहाज को पंछी फिरे जहाज पर आवे कमल नयन को चांडी महात्म और देव को ദ്യാവേ ഇത് സൂർദാസിൻ്റെ പങ്ക്തിയിലുള്ളതാണ് അപ്പോൾ ഇൻ പങ്ക്തിയും ക ഭാവാർത്ഥ സ്പഷ്ട കീജിയെ അതിൻ്റെ ഭാവാർത്ഥം എഴുതാനാണ് അപ്പോൾ ആദ്യം സൂർദാസിനെ കുറിച്ച് കുറച്ച് എഴുതണം അതിന് ശേഷം മതി ഈ ഒരു ഇതിലേക്ക് കടക്കാൻ ഇനി 17 നാച്ച് കവിത ക ഭാവ് സംചായിയെ നാച്ച് കവിതയുടെ ഭാവാർത്ഥം എഴുതുക അത് കറക്റ്റായിട്ട് തന്നെ എഴുതാം ഇനി 18 ജൂഹി की कली कविता की काव्यगति विशेषताओं पर प्रकाश डालिए ജൂഹി की कली കവിതയുടെ കാവ്യഗതി വിശേഷതകളെ പറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് 19 मुक्ति कविता में एक अध्यापक के जीवन की विडंबना का कैसा चित्रण कवि ने किया है മുക്തി എന്നുള്ള കവിതയിൽ ഒരു അധ്യാപകൻ്റെ വേദനയാണ് അവർ ചിത്രീകരിച്ചിട്ടുള്ളത് റിട്ടയർഡായ ഒരു അധ്യാപകൻ്റെ മനസ്സിലുള്ള അദ്ദേഹത്തിൻ്റെ മകൻ ഒന്നുമല്ലാതായി മാറിയ ആ ഒരു വേദന അതെങ്ങനെയാണ് ചിത്രീകരിച്ചിട്ടുള്ളതെന്നാണ് ചോദ്യം 20 മൗസിയാം കവിതാമേം അഭിവ്യക്തി വിചാരോം ക ഉല്ലേഖ് കീജിയെ മൗസിയാം കവിത വായിച്ചിട്ടുണ്ടല്ലോ അതിലെങ്ങനെയാണ് അതിൽ ബന്ധങ്ങളെ നിലനിർത്തുന്നതിനെ പറ്റിയുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത് അപ്പോൾ അത് ഇന്നത്തെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ബന്ധങ്ങൾക്കുള്ള വില അതൊക്കെ വെച്ചിട്ട് അത് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും 21 ബേട്ടി കവിതയ്ക്ക് പ്രാസംഗികത പർ വിചാർ കീജിയെ ബേട്ടി കവിതയുടെ പ്രാസംഗികത അതും മറ്റേ ഇതുപോലത്തെ ടോപ്പിക് തന്നെയാണ് അതായത് സ്ത്രീ ഭ്രൂണഹത്യ പെൺകുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നതിനെ പറ്റിയുള്ള ആ ഒരു കാര്യം ഇന്നത്തെ സമൂഹത്തിൽ പ്രാസംഗികത പറയുമ്പോൾ അങ്ങനെയല്ലേ അപ്പോൾ അതുപോലെ എഴുതുക 22 इस तरह कविता का भाव स्पष्ट कीजिए इस तरह ഗഗൻ ഗില്ലിൻ്റെയാണ് इस तरह കവിതയുടെ ഭാവാർത്ഥം എഴുതാം 23 निम्नलिखित पंक्तियों का भावार्थ स्पष्ट कीजिए 64 दीवा जोई करी 14 चंदा माही തിഹിഗർ കിസ്കോ ചാന്ദിന ജീഗർ ഗോവിന്ദനാഹി ഇത് കബീറിൻ്റെ ലൈൻസാണ് അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എഴുതുക അവിടെ എത്ര ദീപങ്ങൾ തെളിയിച്ചാലും എന്താണെങ്കിലും ആ വീട് നല്ല അറിവും അതേപോലെ ഭക്തിയൊക്കെ ഉണ്ടെങ്കിലാണ് അല്ലാതെ കുറേ ദീപങ്ങൾ തെളിയിച്ചതുകൊണ്ട് അവിടെ ഈശ്വരൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നൊക്കെയാണ് കബീർ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാവാർത്ഥം എഴുതുക അപ്പോൾ എന്തായാലും കബീറിനെ കുറിച്ച് എഴുതാൻ മറക്കാതിരിക്കുക ഈ പാർട്ട് സിയിൽ വരുന്നത് നൗകാ വിഹാർ കവിത ക സാരാംശം ലിഖിയെ നൗകാ വിഹാറിൻ്റെ സാരാംശം എഴുതാം കവിയെക്കുറിച്ച് എഴുതൽ നിർബന്ധമാണ് അതിനുശേഷം അതിൻ്റെ സാരാംശം എഴുതാം പിന്നെ വർത്തമാൻ ജീവൻ കെ സന്ദർഭമേ പ്യാസ കുവാൻ കവിത കി സമീക്ഷ കീജിയെ ഇന്നത്തെ യുഗത്തിൽ പ്യാസ കുവാൻ കവിതയുടെ സമീക്ഷ അതായത് പ്യാസ കുവാൻ പരിസ്ഥിതി മലിനീകരണം തന്നെ അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള വലിയൊരു എസ്സേ എഴുതുക ഓക്കെ 26 आपके कॉलेज के पुस्तकालय के लिए कुछ ज़रूरी पुस्तकें मांगते हुए वाणी प्रकाशन नई दिल्ली 2 के व्यवस्थापक के नाम एक क्रयादेश तैयार कीजिए ഒരു ഓർഡർ ലെറ്ററാണ് കൊടുക്കേണ്ടത് കുറച്ച് പുസ്തകങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ കോളേജിലെ ലൈബ്രറിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു കത്താണ് അവിടെ എഴുതേണ്ടത് ഓക്കെ ഇനി 27 ഹിന്ദിമേ അനുവാദ് കീജിയെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളൊരു പാസേജാണ് എളുപ്പമുള്ളൊരു പാസേജ് തന്നെയാണ് ഓക്കെ
ഇനി 2021 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. കബീർ ചക്കഈ കെ മാധ്യം സെ ക്യാ കഹന ചാഹത്തെ ഹെ. കബീർ ചക്രവാക പക്ഷിയിലൂടെ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? അതായത് പകൽ ഒരുമിച്ചും രാത്രിയിൽ വേർപിരിയുന്നതുമായ ഒരു ക്യാരക്ടറുള്ള പക്ഷിയാണ് ചക്കഈ. അപ്പോൾ അതിൻ്റെ ഭക്തിയാണ് അവിടെ കബീർ പറയുന്നത്, ആ ദോഹയിലൂടെ ഈശ്വരനോടുള്ള ഭക്തി. ഓക്കെ, അങ്ങനെ അന്ന് ഈശ്വരനിൽ ഒരു തവണ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈശ്വരനിലേക്ക് എത്തൽ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് കബീർ അവിടെ അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ, കോൺസ ഗ്രന്ഥ് സൂർദാസ് കി അക്ഷയ് കീർത്തി കാ ആധാർ ഹെ, സൂർ കെ ഗുരു കോൻ ഹെ. ഏത് കൃതിയാണ് സൂർദാസിൻ്റെ അക്ഷയ കീർത്തിക്ക് ആധാരമായിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ ഗുരു ആരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സൈക്കത്ത് ഷയ്യാപ്പ് ദുക്ത് ധവൽ തന്വങ്കി ഗംഗ ഭീഷ്മ വിരൽ ലേത്തി ഹെ ശ്രാന്ത് ക്ലാന്ത് നിശ്ചൽ. ये पंक्तियाँ किस कविता की है? इसका कवि कौन है? ഇത് നമ്മുടെ നൗകാ വിഹാറിലെ ലൈൻസാണ്. അതിലെ കവി സുമിത്രാനന്ദൻ പന്താണ്. 4, जूही की कली कविता का कवि कौन है? इस कविता में किसके मिलन का चित्रण हुआ है? जूही की कलिയുടെ കവി ആരാണ്? നിരാലയാണ്, സൂര്യകാന്ത് ത്രിപാഠി നിരാല. അതിലെന്താണ്, ആര് മിലൻ ചെയ്യുന്നതാണ്? മുല്ലമൊട്ടും കാറ്റും, ജൂഹി കലിയും പവനും തമ്മിലുള്ള മിലനാണ് അവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ജൂഹി കലി നല്ലോണം നോക്കേണ്ട പാടാണ്. ഓക്കെ, आगे का 5वां क्वेश्चन, आगे का सही नाम कौन सा है? उनकी किस रचना को ज्ञानपीठ पुरस्कार प्राप्त है? അഗ്ഗയുടെ ശരിയായ പേര് സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായൻ അഗ്ഗെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര്. ഇനി 6ാമത്തെ, വേ ബാരിഷ് മേ ദുബ് കി തരഹ് ആത്തി ഹെ, യഹാ കവി കിസ്കോ ആഗമൻ കി ബാത് കർ രഹാ ഹെ, ഇസ് പങ്ക്തി കാ രചനാകാർ കോൻ ഹെ. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതാരെ പറ്റിയാണ് പറയുന്നത്? മൗസിയാം എന്നുള്ള കവിതയിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെ മൗസിയാം ആരാ എഴുതിയത്? അനാമികയാണ് എഴുതിയിട്ടുള്ളത്. ഇനി 7ാമത്തെ, ബേട്ടി കവിത കാ കവി കോൻ ഹെ, യഹ് കിസ് സന്ദർഭമേം ലിഖി കവിത ഹെ. ബേട്ടി കവിതയുടെ കവി ആരാണ്? ഇത് ഏത് സന്ദർഭത്തിലാണ് എഴുതിയത്? ഇതും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബേട്ടിയുടെ സരിത ശർമ്മയാണ് സന്ദർഭം. ഇനി 8ാമത്തെ, മുക്തി കവിത കാ മൂൽ പ്രതിപാദ് ക്യാ ഹെ. മുക്തി കവിതയുടെ മൂൽ പ്രതിപാദി എന്താണ്? റിട്ടയർഡായ ഒരു അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ വേദനകളാണ് അതിൽ എഴുതുന്നത്. അദ്ദേഹം കുടുംബത്തിനെ നോക്കുമ്പോൾ, അവസാനം റിട്ടയർഡായതിനു ശേഷം നോക്കുമ്പോൾ ഉണ്ടാകുന്ന അവിടെയുള്ള പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെയാണ്. സ്വന്തം മകനാകെ ഒരു പ്രത്യേക സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് അവിടെ പറയുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ, വ്യക്തിഗത പത്രസേ ക്യാ താത്പര്യ ഹെ. വ്യക്തിഗത പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് തന്നെയാണ്. പേഴ്സണൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യാലയ പത്ര കിസേ കഹത്തെ ഹെ, ഒഫീഷ്യൽ ലെറ്റർ എന്തിനു പറയുന്നു? അതും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് തന്നെയാണ്. വ്യാവസായിക പത്രോം കെ അന്തർഗത് കിസ് പ്രകാർ കെ പത്ര ആ ജാത്തെ ഹെ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞത് തന്നെയാണ്. ഇനി 12ാമത്തെ നോക്കൂ. ഹേ പ്യാരെ കോ രോജ് പാസ നമ്രമുഖി ഹസി ഗിലി ഗേൽ രംഗ് പ്യാരെ സംഗ്, യെ പങ്ക്തിയാ കിസ് കവിത കി ഹെ, ഇൻ പങ്ക്തിയോ മേ വർണ്ണിത് നമ്രമുഖി കോൻ ഹെ. അതായത് ഇവിടെ ജൂഹി കലി എന്നുള്ള പാഠഭാഗത്തു നിന്നുള്ള ലൈൻസാണത്. നമ്രമുഖി ആരാണ്? ജൂഹി കലി തന്നെയാണത്. ഇത് ഏത് കവിതയിൽ നിന്നാണ് ചോദിക്കുമ്പോൾ ജൂഹി കലി എന്നുള്ള കവിതയിൽ നിന്ന്. സിമ്പിളാണ് ആൻസർ. ജൂഹി കലി ഇമ്പോർട്ടൻ്റ് ആയ കവിതയാണ്. അപ്പോൾ അത് എന്തായാലും നല്ലോണം പഠിച്ചു വെക്കുക. ഇനി 13ാമത്തെ, കുആം കബ് അപ്പനി പ്യാസ് ജാൻ ലേത്താ ഹെ. കിണറിനിപ്പോൾ അതിൻ്റെ ദാഹം തന്നെ മനസ്സിലായി കഴിഞ്ഞു എന്നാണ്. അതായത് കിണറിന് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം വരൾച്ചയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ഇനി 14ാമത്, സമാനാർത്ഥി ഹിന്ദി പാരിഭാഷ ശബ്ദ ലിഖിയെ. അപ്രൂവൽ, അലോക്കേഷൻ, കാഷ്വൽ ലീവ്, അഡ്വൈസർ, ഇതിൻ്റെയൊക്കെ ടെക്നിക്കൽ ടേംസ് ഹിന്ദി വാക്കുകൾ എഴുതാനാണ്. ഇനി സമാനാർത്ഥി അംഗ്രേസി പാരിഭാഷിക് ശബ്ദ ലിഖിയെ. നിയുക്തി, ജമാനത്ത്, കാര്യവാഹി, സ്വീകൃതി. അത് കണ്ടെത്തി എഴുതുക. ഇനി 16, सतगुरु की महिमा अनंत, अनंत किया उपकार, लोचन अनंत उकारिया, अनंत दिखावन हार. इन पंक्तियों का भावार्थ समझाइए. ഇത് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ കബീറിനെ കുറിച്ച് അതിൽ എഴുതണം. കബീറിൻ്റെ ദോഹ ലൈൻസാണത്. പിന്നെ അതിൻ്റെ ഭാവാർത്ഥം അതിൽ ഉൾക്കൊള്ളിക്കണം. അപ്പോഴാണ് 6 മാർക്ക് കിട്ടുള്ളൂ.
പിന്നെ 17-ാമത്തെ अपनी चोटी के संबंध में कृष्ण अपनी माँ यशोदा से क्या क्या शंकाएं प्रकट करता है. ഇത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ അത് അവിടെ 3 മാർക്കിനായിരുന്നു, ഇവിടെ അത് 6 മാർക്കിനാണ്. അപ്പോൾ അതിനനുസരിച്ച് എഴുതാം. ജൂഹി കി കലി കവിത കാ ഭാവ് സ്പഷ്ട കീജിയെ. ജൂഹി കി കലി കവിതയുടെ ഭാവ് സ്പഷ്ട കീജിയെ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരുടെ ഫീലിങ്സ് ആണ് അവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. കാറ്റിൻ്റെയും മുല്ലമൊട്ടിൻ്റെയും ഫീലിങ്സുമായിട്ട്, മനുഷ്യരുടെ ഫീലിങ്സിനെ അതുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണ് അവിടെ. ഓക്കെ, അത് നിരാലനെ കുറിച്ച് കുറച്ച് എഴുതണം അവിടെ. അതിനുശേഷം ജൂഹി കി കലിയിലുള്ള ഭാവാർത്ഥം എഴുതണം. ഇനി 19-ാമത്തെ നാച്ച് കവിത സാമാജിക് വിഡംബന കെ ഊപ്പർ ഏക്ക് കരാര വ്യംഗ്യ ഹെ സ്പഷ്ട കീജിയെ. നാച്ച് കവിത പറഞ്ഞൊരു ജീവിതം, മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ പ്രതിസന്ധി ഘട്ടങ്ങളും ഒക്കെ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, ഒരു മറ്റുള്ളവർ നമ്മളെ നോക്കിക്കാണുന്ന രീതികൾ, അതൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതൊന്ന് വ്യക്തമാക്കാനാണ് പറയുന്നത്. അവിടെ കവിനെ കുറിച്ച് എഴുതണം. പ്യാസ കുവാം കവിത की പ്രാസംഗികത पर प्रकाश डालिए. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്യാസ കുവാം പരിസ്ഥിതി മലിനീകരണമാണ് അവിടെ പറയുന്നത്. വരൾച്ച കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു എസ്സേ എഴുതുക. ഷോർട്ട് എസ്സേ ആണ്. ബേട്ടി 21-ാമത്തെ ബേട്ടി കവിതാമേം അഭിവ്യക്തി വിചാരോം കാ ഉല്ലേഖ് കീജിയെ. ബേട്ടി കവിതയിലുള്ള പ്രശ്നങ്ങൾ, അതെന്തിനെ ബേസ് ചെയ്തിട്ടാണ്, പെൺകുഞ്ഞായാൽ അതിനെ കൊല്ലുന്ന രീതിയാണ്, ഭ്രൂണഹത്യ ആണ് അതിലെ വിഷയം. 22-ാമത്തെ ക്വസ്റ്റ്യൻ മുക്തി കവിതാമേ ഏക് പിതാ കി വ്യഥാ കാ കൈസാ ചിത്रण പ്രസ്തുത് കിയാ ഗയാ ഹെ. മുക്തി കവിതയിൽ ഒരു പിതാവിൻ്റെ വേദന എങ്ങനെയാണ് ചിത്രീകരിച്ചിട്ടുള്ളതെന്നാണ്. അത് നമ്മൾ പറഞ്ഞു. റിട്ടയർഡായ ഒരു അച്ഛൻ മകൻ്റെ ഈ ഒരു അവസ്ഥയിൽ വേദനിക്കുകയാണ് ആ കവിതയിലൂടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി 23-ാമത്തെ ക്വസ്റ്റ്യൻ ബാലോം കെ ബഹാനെ വേ ഗാണ്ട് സുൽച്ചാത്തി ഹെ ജീവൻ की करती है പരിഹാര സുനാത്തി ഹെ കിസ്സെ. പങ്ക്തിയോം കാ ഭാവ് സ്പഷ്ട കീജിയെ. ഈ ലൈൻസിൻ്റെ ഭാവാർത്ഥം എഴുതാം. ഈ പാർട്ട് സിയിൽ 24-ാമത്തെ ക്വസ്റ്റ്യൻ നൗകാ വിഹാർ കവിത की കാവ്യഗതി വിശേഷതാओं का ഉല്ലേഖ് കീജിയെ. നൗകാ വിഹാർ കവിതയിലുള്ള കാവ്യഗതി വിശേഷത എഴുതാനാണ് പറയുന്നത്. ഈ കാവ്യഗതി വിശേഷത എന്ന് പറയുമ്പോൾ കുറച്ച് ടഫായിട്ടുള്ളൊരു ഏരിയയാണ്. അതായത് അതിൻ്റെ ഓരോ വാക്കുകൾ അവതരിപ്പിച്ച രീതികൾ, കാര്യങ്ങൾ അതൊക്കെ ഉൾക്കൊള്ളിക്കേണ്ടതായിട്ടുണ്ട്. ഇനി 25-ാമത്തെ ഇസ് തരഹ് കവിത കാ സാരാംശ് ലിഖിയെ. ഇസ് തരഹ് എന്ന് പറഞ്ഞാൽ കവിതയുടെ സാരാംശം എഴുതുക. ഇനി 26 ആപ്കാ ഏക് ചെക്ക് ഗോ ഗയാ ഹെ ഉസ്കാ ഭുഗ്താൻ रोकने के लिए कौन सा बैंक की പാലക്കാട് शाखा के कैनरा बैंक की पालक्काड शाखा के शाखा प्रबंधक के नाम पर एक പത്ര തയ്യാർ കീജിയെ. ഇത് നമ്മുടെ ഇതേ മോഡൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പക്ഷെ ഇവിടെ സ്ഥലവും ഒക്കെ മാറ്റണമെന്നേ ഉള്ളൂ, ബാങ്കിൻ്റെ പേരൊക്കെ. കാനറ ബാങ്കാണ്, പാലക്കാട് ശാഖയാണ്. അവിടുത്തെ മാനേജർക്കാണ് അയക്കേണ്ടത് ചെക്ക് കളഞ്ഞു പോയത് സംബന്ധിച്ച്. ചെക്ക് പോയാലുള്ള അത് തടഞ്ഞു വെക്കണം, അക്കൗണ്ടിൽ നിന്ന് പൈസ പിന്നെ പോകരുത്, അതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ലെറ്ററാണ് അവിടെ എഴുതേണ്ടത്. 27-ാമത്തെ ഹിന്ദിമേ അനുവാദ് കീജിയെ. ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളൊരു പാസേജ് അത് കൊടുത്തിട്ടുണ്ട്. അതിന് ഹിന്ദിയിലേക്ക് മാറ്റാനാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു.